ഒരു കാര്യം പറയാനുള്ള ഈ പടം ഒരു ഡാർക്ക് സിനിമയല്ല. അതിനകത്ത് പ്രിമൈസ് ഫ്രഷാണ്. പുതിയ രീതിയിൽ നമ്മളത് പുതിയ കളേഴ്സിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ആവുന്നതാണ്. മഞ്ഞുമൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇവർ രണ്ടുമില്ല, അമ്മയും മോനും അല്ല, അല്ലാണ്ട് കുറച്ച് പേരുണ്ട്. അല്ലാണ്ട് രണ്ടുപേരുണ്ട് ഇതിൽ. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പാലക്കാട് നിന്ന് വരുന്ന കൊണ്ടില്ല സജിയേട്ട ഇവിടെ അവൻ എന്തായിരിക്കും ചെയ്യാതെ ഇടയ്ക്കാല് കുറേ പണി വെച്ച പാത്രം കഴിച്ചു. ഞാൻ ഇങ്ങനെ ഇടയ്ക്കോ ഇനി എന്താ പണി ചെയ്യാൻ ബാക്കി എന്നൊക്കെ എനിക്ക് തീരെ വയ്യ, നീ എന്നെ കൈ ഒന്ന് പിടിച്ചിട്ട് നീ ഒന്ന് എന്നെ കൊണ്ടോ, എനിക്ക് വയ്യാണ്ടയാ. അപ്പൊ അവൻ മനസ്സിലായി, ആ ഓക്കെ കൂൾ. ഒരു മ്യൂസിക് കമ്പോസർ അല്ല, ഈ ഡാസ് എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതൊരു വേറെ ഡിസിപ്ലിൻ ആണ്. ഗോയിങ് ടു വർക്ക് വിത്ത് എ സ്റ്റാർ, മേക്ക് ദ ബിഗ്ഗസ്റ്റ് ഫിലിം ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മോഹൻലാലായിട്ടൊരു സിനിമ ചെയ്യാൻ. സാറി ഇന്റർവ്യൂ ആണെങ്കിൽ ഹായ്, റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ബാലൻ സിനിമയുടെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ചേർന്നിരിക്കുന്നത്. ഡയറക്ടർ ചിദംബരം ഉണ്ട്, പിന്നെ നമ്മളെല്ലാവരും ട്രെയിലർ കണ്ട് ആരാണ് ഈ നടി എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന നടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഫർസാന പാലത്തിങ്കലാണ്. അപ്പോൾ ആദ്യമേ ചോദിക്കാനുള്ളത്, 3 സിനിമകൾ കണ്ട സമയത്തും പിന്നെ ഈ ബാലൻ്റെ ട്രെയിലർ കണ്ട സമയത്തും തോന്നിയൊരു കാര്യം, ഇപ്പം ജാനമനിലാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഈ ജനനത്തിൻ്റെ സന്തോഷവും മരണത്തിൻ്റെ ദുഃഖവും കൂടി എവിടെയെങ്കിലും ക്ലാഷ് ആയിട്ടൊരു പ്രശ്നം വരും എന്നുള്ള ടെൻഷൻ ത്രൂ ഔട്ട് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സിലാണെങ്കിൽ ഒരു പോയിന്റിന് ശേഷം പ്രേക്ഷകരൊക്കെ ആ ടെൻഷനിലാണ് എന്താണ് ഈ നടക്കുക എന്നുള്ളത്. ബാലനിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു പെടപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് എ ഡയറക്ടർ ടെൻഷനാണോ ഭയങ്കര ഒരു ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെൻഷൻ അങ്ങനെയുണ്ടോ? കാരണം ഒരു സിനിമാറ്റിക് ടെൻഷൻ എല്ലാത്തിലും ഉള്ളത് നല്ലതാണ്. ആ സിനിമയുടെ ആസ്വാദനത്തിന് നല്ലതായിരിക്കും. നമ്മൾ ഉദ്വേഗഭരിതം എന്നൊക്കെ പറയില്ല, ആ ഉദ്വേഗം എന്തായാലും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് സിനിമയിലുണ്ടെങ്കിൽ അത് എൻഗേജിങ് ആയിട്ട് ആൾക്കാരത് കാണും. അത് ഏത് ജോണറിലാണെങ്കിലും അത് ചെറിയൊരു എൻഗേജ്മെന്റ് എന്തായാലും ഓഡിയൻസ് ആയിട്ട് വേണമെന്ന് ഉള്ളത്. അതിപ്പോൾ എന്ത് ജോണർ ചെയ്താലും അത് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമുള്ള ഫാക്ടറാണ് അതിൻ്റെ ഒരു. അത് എല്ലാ സിനിമയിലും ഉണ്ട്. അത് ഉള്ളപ്പോഴാണ് ആ സിനിമ നമുക്ക് വർക്ക് ആവുക. നമ്മളൊരു കോമഡി ഫിലിമിലാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടം, അതിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ 2 ഫാമിലി, എന്താവും അടുത്ത എന്താവും എന്നൊക്കെ പറഞ്ഞ്, അതാണ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ട്രെയിലർ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ബാലൻ്റെ ഒരു അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ചിദംബരത്തിൻ്റെ മൂവിയാണ്, എസ്പെഷ്യലി ക്രൂ. ഇപ്പോൾ ജിത്തു മാധവനുണ്ട്, വിവേക് ഹർഷനുണ്ട്, സുഷിൻ ശ്യാമുണ്ട്, അജയൻ ചാലിശ്ശേരി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി മൂവി ബോസിന് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് ലൈക്ക് നമ്മൾ തൂക്കി എന്നൊക്കെ പറയില്ല, അതേപോലെ നടിയെ കണ്ട സമയത്ത് നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പുതിയ ആളെ കാണുമ്പോൾ. പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്ലേസ്മെൻറ്റ് സംഭവങ്ങളുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഈ പറഞ്ഞ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി, ബാലൻ്റെ 2 പോസ്റ്റർ മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ IMDb നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പോയം ആണ് എന്നുള്ളത്, മോഡലിംഗ് ചെയ്തു എന്നൊക്കെ കണ്ടു. അപ്പോൾ ചിത്രമൊക്കെയാണ് എനിക്കും അറിയാവുന്നത്. ഇപ്പോൾ ഫർസാന പാലത്തിങ്കലിനെ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഭയങ്കര സിമ്പിൾ ആളാണ്. സാധാരണ നമ്മളെല്ലാവരും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്, നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ടിങ് എങ്ങനെയാ? നിങ്ങൾ ഓഡിഷൻ നടത്തി അങ്ങനെ തന്നെയാണ്? എങ്ങനെയാണ് ബാലനിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? ഓഡിഷൻ വഴി തന്നെയായിരുന്നു, ഓൺലൈൻ ഓഡിഷൻസ് ആയിരുന്നു. ആക്ച്വലി എൻ്റെ ഉമ്മച്ചിയാണ് എനിക്ക് ഓൺലൈൻ ഓഡിഷൻ ആ പോസ്റ്ററൊക്കെ അയച്ചു തന്നത്. അപ്പോൾ അങ്ങനത്തെ 2-3 ടേപ്പ് ഗണപതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കെമിസ്ട്രി റീഡിനായിട്ട് കൊച്ചിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദിശേഷൻ, ബാലനായിട്ട് അഭിനയിക്കുന്ന ആദിശേഷൻ്റെ കൂടെ കെമിസ്ട്രി എങ്ങനെയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അത് ചെയ്തു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞ് നരേഷനെ വിളിച്ചു. ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തോ? കുറെ ലൈക്ക് നമ്മളൊരു 1000-700 ആർട്ടിസ്റ്റുകളെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഈ റോള് തന്നെയാണ്, പിന്നെ പടത്തിൽ ഒരു റോളും കൂടെ ഉണ്ട്. പക്ഷെ മെയിൻലി ഈ റോള് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഫേസിലേക്ക് അറൈവ് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്. അപ്പോൾ ആ മുഖത്തിൽ ഞാൻ നോക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് അറൈവ് ചെയ്യാനായിരുന്നു കുറേ സമയമെടുത്തത്. വി ഹാഡ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ലൈക്ക് ഇൻ മലയാളം നമുക്കെല്ലാം ഗ്രേറ്റ് ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടൊരു പുതിയൊരാൾ പോകുന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിലിറ്റി വേണമായിരുന്നു. ലൈക്ക് ഹൂസ് ദിസ് പേഴ്സൺ, ഇതാരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവരെ വിശ്വസിക്കാമോ, ഇവരടുത്ത് എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പുതിയൊരു ഫേസിന് വേണ്ടി
നോക്കി അതിനുവേണ്ടി കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോ പറയേണ്ടി വന്നിട്ടുണ്ട്, കുറേ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് നോ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് വൈ. ഓക്കെ. ഇപ്പം ജിസ് ജോയ് തന്നെ ഈ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പം ചിദംബരത്തിന് ഒരു ഡേറ്റ് കൊടുക്കാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ റെഡി ആയിരിക്കും, കാരണം നിങ്ങളുടെ ഒരു ഫിൽമോഗ്രഫി ഇപ്പം അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് പുതിയ ഫേസസിനെ വെച്ച് മറ്റൊരു തരത്തിലുള്ള ഒരു കഥയും കൊണ്ട് ഒരു കുട്ടീനെയൊക്കെ ആണ് ഇപ്പം മെയിനായിട്ട് നോക്കുമ്പോൾ ഒരു പുതുമുഖമാണ് വരുന്നത്. അപ്പം അതിന് ചിദംബരം എടുക്കുന്ന ഒരു എല്ലാ ആർട്ടിനോടുള്ള നിങ്ങളുടെ താല്പര്യം അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ധൈര്യത്തിൻ്റെ എലമെൻറ്റും കൂടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക സുഖമായിട്ടുള്ളൊരു പെരുവഴിയിൽ നിന്ന് മാറി പുതുവഴി പോകാം എന്നൊക്കെയുള്ള ഒരു എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാ ഒരു ധൈര്യം വർക്ക് ചെയ്തത്? ധൈര്യം എൻ്റെ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ്. കഥ വളരെ നല്ല, ജിത്തുവിനോട് കഥ കേട്ടപ്പോൾ തന്നെ ഇതിൽ വലിയൊരു സിനിമയുണ്ട്, നല്ലൊരു വലിയ ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ് ധൈര്യം തരുന്നത്. കഥയോട് കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഈ ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് എത്ര വലിയ സ്റ്റാറിൻ്റെ പടമായാലും നമുക്ക് ഈ ധൈര്യം ഉണ്ടാവില്ല, കാരണം അത് കഥയുടെ കൺവിക്ഷൻ വേണം. അപ്പോൾ അത് തന്നെയാണ് ഇതിലേക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം. പിന്നെ മഞ്ഞുമ്മലും ഒരു ധൈര്യമായിരുന്നു ഇത്, കാരണം മഞ്ഞുമ്മൽ പടം ചെയ്തു, കാരണം മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ബാലന് ഈ ഒരു വിസിബിലിറ്റിയും കിട്ടുന്നത് മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് കാരണം മാത്രമാണ്. ഞാനത് അല്ലാണ്ട് നേരെ ബാലൻ ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും ഒരു ഇങ്ങനത്തെ പടത്തിന് ഇങ്ങനെ കിട്ടില്ല. അത് മഞ്ഞുമ്മൽ തന്നെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ്. പിന്നെ ഇപ്പം ഈ സിനിമയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണല്ലോ ഒരു പടത്തിൽ വരുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി ഇപ്പം നമുക്കുണ്ട് ഒരുപാട് ലെയറുകളുള്ള കഥാപാത്രമായിരിക്കാം അത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ട്രെയിലർ കാണുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അതിന് എന്താ പറയുക നമ്മളതിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളണമല്ലോ. ലൈക്ക് ആ പ്രോസസ്സൊക്കെ ഈസി ആയിരുന്നു. ലൈക്ക് ആക്ടിങ്ങിൻ്റെ തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അപ്പം ലൈക്ക് അതൊക്കെ ഉള്ളത് കൊണ്ട് ഈ കഥാപാത്രത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതും അതൊക്കെ വളരെ എളുപ്പമായിരുന്നു. അതെ അതെ, കുറച്ച് ടെക്നിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പ്രപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് ആവശ്യമുള്ള എല്ലാ അതും ആ സ്ക്രിപ്റ്റിലൂടെ തന്നെ എനിക്ക് കിട്ടി, താങ്ക്സ് ടു ജിത്തു. അപ്പോൾ ദാറ്റ് വാസ് ഇറ്റ്. സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഇരിക്കുക, കുറച്ച് ദിവസം ഇരുന്നു. പിന്നെ ക്യാരക്ടറിൻ്റെ കുറച്ച് ബിഹേവിയറിസം, അവരുടെ അവരുടെ ആക്ഷൻ, അവരെങ്ങനെയാണ് നടക്കുക, അവരെങ്ങനെയാണ് ഇരിക്കുക, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, നമ്മൾ നോർമലി ഒരു ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെ ത്രൂ ദാറ്റ് അവളൊന്ന് കണ്ടുപിടിക്കുക, ടു ക്രിയേറ്റ്. ഞാൻ പറഞ്ഞു അടിച്ചു വരാൻ പഠിക്കൂ, പാത്രം കഴുകാൻ പഠിക്കൂ, വില എങ്ങനെ അടിക്കുക, തുടക്കുക, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞു. ഒരുപാട് ജോലികൾ കുറേ പറഞ്ഞു പാത്രം കഴിച്ചു, ഞാൻ അങ്ങനെ ഇടയ്ക്കാം ഇനി എന്താ പണി ചെയ്യാൻ ബാക്കി എന്നൊക്കെ എല്ലാ പണി. അതെ അതെ, ചെമ്മീൻ വരെ എല്ലാം വീടി തെറുപ്പ് ഭയങ്കര എല്ലാം പഠിച്ചു സെറ്റാണ്. ഇനി ഏത് റോളും ചെയ്യാലോ ഇതിനായിട്ട്. പിന്നെ ഇപ്പം ഈ ജിത്തുമാധവന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് ഇപ്പം നേരത്തെ ചെയ്ത 2 പടങ്ങളും താങ്കൾ തന്നെയാണ് അപ്പം അതിന്റെ കഥയും കഥാപാത്രങ്ങളും. ഇപ്പം മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ അഭിരാമും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു കഥാപാത്രം ഇത്രയാണ് സ്ക്രീനിൽ വരുന്നതെങ്കിലും അയാളുടെ എൻ്റയർ ബാക്ക് സ്റ്റോറി ആക്ച്വലി ഇവന്റ് പ്ലാനർ എന്തായിരുന്നു, അയാൾ പഠിച്ചു, പലതും റെഡി ആയില്ല, അതൊക്കെയാണ് അയാളുടെ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം വേറൊരാള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചിദംബരത്തിന് ആവശ്യമുള്ള അത്രയും ജിത്തുമാധവൻ എഴുതുമോ ഒരു കഥാപാത്രത്തിന്റെ? തീർച്ചയായും ഇത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. ജിത്തു ഒരു സാധനം തന്നു, അതിങ്ങനെ അതൊരു അങ്ങനെയല്ലല്ലോ. ജിത്തു നമ്മൾ കാണുമ്പോൾ അതൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ഒരു 4-5 കൊല്ലം മുമ്പ് അവൻ എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിരുന്ന് എല്ലാ ദിവസവും ഇരുന്ന് ഒരുമിച്ചിരുന്ന് എഴുതി അതിങ്ങനെ ആക്കി ഈ സിനിമയുടെ ഇപ്പം കാണുന്ന സിനിമയുടെ രൂപത്തിലാക്കാൻ കുറേ പണിയാണ്. നമ്മൾ 10ഓളം ഡ്രാഫ്റ്റ് എഴുതിയിട്ടാണ് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ബാലാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും മാറും. അപ്പം അതൊരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. ഇപ്പം മറ്റ് 2 പടങ്ങളിൽ വരുന്ന സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര രസമായിട്ട് തോന്നിയത് ആ എല്ലാ കഥാപാത്രങ്ങളിലും മാർക്ക് ചെയ്യാനുള്ളൊരു അവർ പ്രേക്ഷകരുടെ മനസ്സിൽ കയറാനുള്ള എലമെന്റുകൾ കൃത്യമായിട്ട് ചിദംബരം പ്ലേസ് ചെയ്ത പോലെ തോന്നിയിരുന്നു. പക്ഷെ ബാലന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് അത്രയും കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ എല്ലാ കഥാപാത്രങ്ങളെയും കൃത്യമായിട്ട് അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അവർക്കൊരു നല്ല ഡയലോഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ അവർക്ക് നല്ലൊരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്, അത് ഒരുപാട് ക്യാരക്ടേഴ്സിന് കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി പണിയായിരിക്കുമല്ലോ. ബാലനിലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അത് തീർച്ചയായും എനിക്ക് ജാനമല്ലിൽ 30 കുറേ പേരുണ്ടായിരുന്നു, മഞ്ഞുമല്ലും കുറേ പേരുണ്ട്. അപ്പം ഇതിലാണ് കുറച്ച് ആൾക്കാർ കുറവെന്ന് വിശ്വസിക്കാം. പക്ഷെ അത് ഒട്ടും ഈസി ആക്കിയില്ല. അപ്പം ഈ കുറച്ച് 3 പേരിൽ നിന്ന് എനിക്ക് അത്രത്തോളം സിനിമയുടെ മൊത്തം ഇമോഷൻസ് ഈ 3 പേരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. മൊത്തം കഥ ഇവരെ 3 പേരുടെയും ഫേസിൽ റൈഡ് ചെയ്യണം 4 പേരിൽ. അപ്പം അത് ഭയങ്കര, അപ്പം ക്യാമറ പേഴ്സണലായിരിക്കും. ഭയങ്കര മഞ്ഞുമ്മലെല്ലാം ഭയങ്കര വൈഡുകളാണ്, എല്ലാം മറ്റേത് സ്പെക്ടക്കിളാണ്. അപ്പോൾ ഇത് ഇറ്റ് കംസ് ഓൺ ടു എ വെരി പേഴ്സണൽ സ്പേസ്. ഭയങ്കര ക്യാമറ എടുത്തും അവരുടെ മുഖത്തും അവരുടെ, അപ്പോൾ ആ ഡ്രാമ ചെയ്യാൻ കുറച്ചുകൂടെ ടഫാണ്.
അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. ഭയങ്കര പ്രയാസമുണ്ട്. പിന്നെ ഇപ്പം താക്കോൽ എന്നുള്ള പാട്ട് കേട്ടു, ഭയങ്കര രസമുണ്ട്. പിന്നെ ട്രെയിലറിൽ ഞാനത് ഇറങ്ങി ഇന്ത്യയിൽ ഇന്റർവ്യൂ ഇറങ്ങേണ്ട സമയം മിക്കാന്ന് വരും. അപ്പം അത് ഭയങ്കര രസമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇപ്പം ചിദംബരം അൻവർ അലിക്ക് അതിൻ്റെ ഒരു തവളയുടെയും നീർക്കോലിനി കഥ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു പടത്തിന്റെ ലാസ്റ്റ് ഇങ്ങനെ തന്നെ ഒരു മ്യൂസിക് വേണം എന്നുള്ളത് ചിദംബരം റിക്കവർ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത് സുഷിനിലേക്ക് തന്നെ പിന്നെ എത്താൻ ഇപ്പം നിങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മ്യൂസിക്കിൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സിങ്ക് ആവുന്ന ഏരിയാസും ഉണ്ടാവും. ലൈക്ക് ചിദംബരം അതിൽ ഭയങ്കര സ്പെസിഫിക് മ്യൂസിക്കിൽ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര ലൈക്ക് സിംഗാണ്, നമ്മൾ പ്ലേലിസ്റ്റ് സിമിലറാണ്, വി ഷെയർ മ്യൂസിക് ആൻഡ് റെഫറൻസുകൾ നമ്മൾ പറയുക, അല്ലെങ്കിൽ ഇതിങ്ങനത്തെ സൗണ്ട് സ്കേപ്പ് ഇതാണ്. ഇപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കും. പിന്നെ സുഷിൻ്റെ എന്താണെന്ന് വെച്ചാൽ സുഷിൻ ഒരു മ്യൂസിക് കമ്പോസർ അല്ല, ഈ ഡാസ് എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതൊരു വേറെ ഡിസിപ്ലിനാണത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഫിലിമിൻ്റെ ഇമോഷൻ എങ്ങനെ, അത് എത്രത്തോളം ചെയ്യണം, അതിനൊരു ലിമിറ്റ് വേണം. അതങ്ങനെ അത് കൃത്യമായ അതൊരു പ്രാക്ടീസാണ്. അത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതാണ് സിനിമയുടെ അത്. സോ ദാറ്റ് ഈസ് സുഷിൻ. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ടു ഹാവ് എ OST ലൈക്ക് മഞ്ഞുമൽ. കാരണം അത് ഭയങ്കര നല്ല, എൻ്റെ സിനിമയോട് പറയുന്നത് അത് ഭയങ്കര ആക്ച്വലി നിങ്ങളത് എനിക്കത് കൺമണി കുറച്ച് ഓവർ ഷാഡ് ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കൺമണി ഒഴിച്ചു നിർത്തിയ ബാക്കിയ പടത്തിൻ്റെ സ്കോർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഭയങ്കര യുണീക്കാണ്. അത് ഭയങ്കര അപ്പോൾ ഐ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് സുഷിനോട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഇതാണ് ഇമോഷൻ. ഇപ്പോൾ നമുക്കത് വേറെ മിഷൻ ഞാൻ പറഞ്ഞ ഇത് കുറച്ച് ഇമോഷൻ കൂടെ വേണം, കുറച്ചും കൂടെ വായിക്കും, കുറച്ചും കൂടെ അങ്ങനെ പറയാനുള്ളൊരു ഇതും ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് മ്യൂസിക്. സോ ഇപ്പം ഇതിനകത്ത് ഈ കുട്ടികളെ വെച്ചിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആളുകളോട് എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് കരുതിയിട്ടുള്ളതാണ്. അതായത് ഇതിനകത്ത് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡിലാണല്ലോ, എസ്പെഷ്യലി നമ്മളിപ്പം അഡൾട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡാർക്ക്. ഇപ്പോൾ ഫർസാനയ്ക്ക് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറിനെ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു മേ ബി ചിദംബരത്തിന് സിമ്പിൾ ആയിരിക്കും. ഈ കുട്ടികളോട് എങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം കമ്മി, പിന്നെ അവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ഇതിനകത്ത് ട്രെയിലറിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒന്നാമത്തെ എനിക്കൊരു കാര്യം പറയാനുള്ള ഈ പടം ഒരു ഡാർക്ക് സിനിമയല്ല. ഡാർക്ക് അല്ല ഗൈസ്, ട്രെയിലർ അങ്ങനെ ഡാർക്ക് അല്ല പടം. അത് ഇമോഷണലി ആയിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ വെച്ചുള്ള ഡാർക്കോ വയലൻസോ പടത്തിലില്ല. വയലൻസ് ഭയങ്കര കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊരു ഇമോഷണൽ, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്താണ് ഇതെല്ലാം നമ്മൾ ഇട്ട് തരുന്നത്. അത് കാണുന്നവർക്ക്, അത് കുട്ടിക്ക് ഡയറക്റ്റ് ചെയ്യാൻ കുട്ടിക്ക് അങ്ങനത്തെ സീനുകളില്ല. ഒരു കുട്ടി എക്സ്പോസ് ആവുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാനതിൽ ചെയ്തിട്ടുള്ളൂ. കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊന്നും ആ സിനിമയിലില്ല. ഇറ്റ് ഈസ് എ വെരി, ഇറ്റ്സ് മോർ ദാൻ എ ത്രില്ലർ. ഇറ്റ് ഈസ് എ വെരി അമ്മയുടെ മകൻ്റെ ബന്ധവും അത് അതിൻ്റെ ഒരു ഡ്രാമ തന്നെയാണ്. അത് ത്രില്ലറിൻ്റെ ഒരു സിൻടാക്സിൽ നമ്മൾ പറഞ്ഞു അത്ര. അപ്പം ഏകദേശം ഈ ഇതുവരെ ഡയറക്റ്റ് ചെയ്തതിൽ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് ചിദംബരത്തിന് ഇങ്ങനെയാണ്, ബാക്കിയുള്ളവരെ ഡയറക്റ്റ് ചെയ്യുന്ന അതേ ഒരു കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. നമുക്ക് കുട്ടികൾ പെട്ടെന്ന് ടയർഡാവും. സിനിമ രാത്രിയാണ് ഷൂട്ട് ചെയ്യുക, നമ്മൾ നൈറ്റ് സീനൊക്കെ പറഞ്ഞാൽ കുട്ടിയൊക്കെ ഉറങ്ങണം. പിന്നെ ആക്സേഷൻ ഭയങ്കര നല്ല ആക്ടറാണ്, പക്ഷെ അത് കുട്ടിയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചാൽ മതി, ഞാൻ ആക്ട് ചെയ്ത് കഴിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞു അയ്യോ മോനെ തുടങ്ങിയതേ ഉള്ളൂ, എനിക്കൊരു 80 ദിവസമുണ്ട്. എന്നിട്ട് അവൻ തന്നെ എൻ്റെ അടുത്തൊന്ന് പറയും 7 മണിയാകുമ്പോൾ ചിതു സാറേ ബാറ്ററി കഴിഞ്ഞു ഉറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞു മോനെ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ സോ പക്ഷെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര നല്ല ഡെപ്ത് ഓഫ് തിങ്കിങ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അതിശേഷൻ. ഫർസാനയ്ക്ക് പഠിച്ച സംഭവം എന്തോ കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഈ ഒരു ആക്ടിങ് സമയത്ത് ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ചില ഈ സൈക്കോളജി റിലേറ്റഡ് പഠിച്ചത് നമുക്ക് വേറൊരു കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഫർസാനയ്ക്ക് ഹെൽപ്പ് ആയിരുന്നോ? ആബ്സല്യൂട്ട്ലി. എൻ്റെ ജോലിയിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. അതിപ്പോൾ വരുന്ന കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ത്രൂ ഒബ്സർവേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, അവർക്ക് സ്ട്രെങ്ത് ഉണ്ടോ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇമോട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആ ഒബ്സർവേഷൻ സ്കിൽ ഞാൻ ഇതിലും ആക്ച്വലി കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ഒബ്സർവിങ് പീപ്പിൾ. സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദിശേഷൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് there were a lot of moments where എങ്ങനെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക, എൻ്റെ ജോലിയിൽ ആക്ച്വലി ഒരു കുട്ടീനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ഇറ്റ്, ബട്ട് ദേ മേ നോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ത്രൂ പ്ലേ ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഒരു സീനിൽ ആക്ച്വലി ട്രെയിലറിലുണ്ടായിരുന്നു ഒരു ബ്രിഡ്ജിൻ്റെ മേലെ അമ്മയും മോനും നടന്നു പോണ ആ സീൻ. അപ്പോൾ നമ്മൾ വൈകുന്നേരമായിട്ട് ഷൈജുക്കൊക്കെ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലൈറ്റ് പോകുന്നു, നമുക്ക് ഇപ്പോൾ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ടയേർഡായിരിക്കും, ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ എന്നോട് അവൻ്റെ കൈ പിടിച്ച് നടക്കാനാണ് ഞങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടിയത്. പക്ഷേ ഇവന് വയ്യ, ഇവൻ ലൈക്ക് ആൻറ്റി മതിയായി. അപ്പോഴാണ് എനിക്ക് ഒന്ന് ക്ലിക്കായത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അതേടാ എനിക്കും വയ്യടാ, എനിക്ക് തീരെ വയ്യ, നീ എന്നെ കൈ ഒന്ന് പിടിച്ചിട്ട് നീ ഒന്ന് എന്നെ കൊണ്ടോ, എനിക്ക് വയ്യാണ്ടയാ. അപ്പം അവൻ അവസരമായി ഓക്കെ കൂൾ, ഓക്കെ അവനൊരു സാധനം കിട്ടി ചെയ്യാൻ, യുനോ. സോ അങ്ങനെ ഇത്തിരി ട്വീക്സ് ഹിയർ ആൻഡ് ദെയർ, യാ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. ഇപ്പം ഷൈജു ഖാലിദിൻ്റെ ക്യാമറേനെ പറ്റി പറഞ്ഞപ്പോൾ അത് പടത്തിൻ്റെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ തന്നെ ഞങ്ങൾ ആ സിനിമ പോയി കാണണം, അത് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിനും കൂടി വേണ്ടിയിട്ടാണ്, എല്ലാ എക്സ്പീരിയൻസിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഈ ഷൈജു ഖാലിദിൻ്റെ ക്യാമറ പറ്റി ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരു നടി പറഞ്ഞിട്ടുണ്ട്, ആ ഫ്രെയിമിൽ വന്നപ്പം ലൈക്ക് അങ്ങനെ ഭംഗിന്ന് മാത്രമല്ല, നമ്മളെ ആ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡെപ്തിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു ഷൈജു ഖാലിദ് ഫ്രെയിമിൽ വരിക എന്ന് പറയുന്നത് ഈ മോണിറ്ററിൽ പോയി നോക്കലൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇറ്റ്സ് ഇൻസെയിൻ. മോണിറ്ററിൽ നോക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഡയറക്ടറിൻ്റെ സാധനം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയാണ് നോക്കുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് അത് വിവേകേട്ടൻ്റെ എഡിറ്റിങ്ങും സുഷിൻ്റെ മ്യൂസിക്കും ലൈക്ക് ഷൈജുക്കായുടെ യുനോ ലൈക്ക് ആ എല്ലാം കൂടെ ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ് വിഷ്വൽസ് ടു സീ. അപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമ കാണാൻ. കാരണം ഞാൻ എന്നെ ആയിരിക്കില്ല, ഐ എം മോർ എക്സൈറ്റഡ് ടു സീ അമ്മ, യുനോ. ഐ മീൻ ഓഫ് കോഴ്സ് എവ്രിതിങ് കമ്മിങ് ടുഗെദർ, അതുകൊണ്ട് ആ ഒരു ലോകം കാണാനും യുനോ ഐ എം വെരി ഇൻട്രീഗ്ഡ്. പക്ഷെ അമ്മേനെ എനിക്ക് ആദ്യമായിട്ട് സ്ക്രീനിലൊന്ന് കാണാം. പിന്നെ ഈ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ രാജീവ് രവിൻ്റെ ഇവരുടെ ഒക്കെ. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഷൈജു ഖാലിദ്, ഞാൻ നേരത്തെ സുഷിനെ പറ്റി ചോദിച്ചതുപോലെ തന്നെ ഷൈജു ഖാലിദിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ക്യാമറ പേഴ്സണും ഡയറക്ടറും അത് ഭയങ്കര സിംഗിൾ പോകേണ്ട ഒരു പരിപാടിയും കൂടിയാണല്ലോ. അപ്പം ഷൈജു ഖാലിദായിട്ട് ലൈക്ക് ചിദംബരം ആ ലെവൽ ഓഫ് എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ എത്തിയോ, അല്ലെങ്കിൽ അദ്ദേഹം ടെക്നിക്കാലിറ്റി അല്ല അതിൻ്റെ ഒരു മരുന്നുണ്ട്, അല്ല നമ്മൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ടെൽ ദ സ്റ്റോറി എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ 3 പേര് ഇരിക്കുന്ന ഇന്റർവ്യൂ പല രീതിയിൽ ഷൂട്ട് ചെയ്യാമല്ലോ, എങ്ങനെ ഈ സീനിലേക്ക്. അപ്പം അതിലേക്ക് ഒരു അറൈവലാണ് ഞാനും ഷൈജുക്കായിട്ടുള്ള എനിക്കൊരു സിംഗിൾ ടെക്നിക്കാലിറ്റി ഇറ്റ് ഫോളോസ്. ലൈക്ക് എനിക്ക് ക്യാമറ, അതായത് നമുക്ക് ലൈറ്റിങ് ഇന്ന് രാവിലെ എത്ര മണിക്ക് തുടങ്ങണം, ഇത്ര മണിക്ക് തീർക്കണം, ഈ ആക്സി ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിക്കണം, അങ്ങനെയൊക്കെ അതൊക്കെ ടെക്നിക്കൽ പരിപാടി. ഇപ്പോൾ മോർ ദാൻ ദാറ്റ് കഥ എങ്ങനെ പറയണം, സ്റ്റോറി ടെല്ലർ ആയിരിക്കണം നല്ലൊരു സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ അത് ഷൈജുക്കയാണ്. ലൈക്ക് അതുകൊണ്ട് ദാറ്റ്സ് വൈ ഓൾവേസ് ഗോ ബാക്ക് ടു ഷൈജുക്ക. ലൈക്ക് അത് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്, അത് ഇറ്റ് കംസ് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എവറിത്തിങ്. സോ ദാറ്റ്സ് വൈ ഓൾവേസ് ഐ ഗോ വിത്ത് ഷൈജു ഖാലിദ്. ഗുഡ് ഇമേജറി ഈസ് ഐ തിങ്ക് ഇറ്റ്സ് എ സെക്കൻഡ് പ്രോഡക്റ്റ്. ഐ തിങ്ക് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ ഈ ഒരു ഇന്റർവ്യൂ അല്ല, എനിക്കൊന്ന് സമ്മിറ്റിൽ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന കാലത്ത് ചിലപ്പം AI ക്രിയേറ്റ് ചെയ്യുന്ന മൂവീസും ഉണ്ടാവും, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹ്യൂമൻസ് അഭിനയിക്കുന്ന സിനിമകളും ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ എസ്പെഷ്യലി മസ്തിഷ്ക മരണം കണ്ട സമയത്ത് അത് ആലോചിച്ചു, അതിനകത്ത് അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം ഈ അങ്ങനെയുള്ളൊരു സിനിമ ഇപ്പോൾ AI ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര നമുക്ക് ചീപ്പറായിട്ട് ഇറക്കാൻ പറ്റുന്ന സിനിമകളും ആളുകൾ അഭിനയിച്ചിട്ട് ഇറക്കാൻ പറ്റുന്ന സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര ഡിബേറ്റ് ഉണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം റിലേറ്റ് ചെയ്തിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ചിദംബരത്തിന്റെ ഒരു പ്രഡിക്ഷൻ, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ് വിൽ സർവൈവ്, ബിക്കോസ് ഇത് ആദ്യമായിട്ടല്ല തിയേറ്റർ ക്രൈസിസിൽ പോകുന്നത്. ഫസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് കേബിൾ ചാനൽസ്, അത് ഫുൾ മൊത്തം വേൾഡ് തിയേറ്റർ എക്സിബിറ്റർ ഇൻഡസ്ട്രീന്, അത് ടോക്കിംഗ് അബൌട്ട് 1950s or 40s. അപ്പോൾ വിചാരിച്ചു തിയേറ്റർ തീർന്നു വന്നു. അത് കഴിഞ്ഞ് ഡിജിറ്റൽ യുഗം വന്നു, കേബിൾ നെറ്റ്വർക്ക് വന്നു, അപ്പോഴും വിചാരിച്ചു തിയേറ്റർ തീർന്നു. അതിനുശേഷം പല മഹാമാരികൾ വന്നു, തിയേറ്റർ തീർന്നു. തിയേറ്റർ വരും, കാരണം ഇത് ഇറ്റ്സ് വെരി ഏൻഷ്യൻ. സിനിമയ്ക്ക് മുമ്പ് നാടകം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു റിച്വൽ അത് പണ്ടേ ഉള്ളതാണ്. അത് ഐ തിങ്ക് ഇറ്റ് വിൽ സർവൈവ്. അപ്പം ഈ AIയും ഈ ഹ്യൂമൻ മൂവീസും തമ്മിലുള്ള ഒരു സംഭവം വരുമ്പോഴോ ഒരു ടൂളായിട്ട് അത് ഒരിക്കലും ടേക്ക് ഓവർ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ടെർമിനേറ്റർ 2 കണ്ടിട്ടുണ്ട്, അതേപോലെ നാവിലെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ എ ടൂൾ, ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. ഇങ്ങനെ അതിപ്പം കുറേ തൊഴിലുകൾ അതായിട്ട് ഇല്ലാണ്ടാവുന്ന അങ്ങനത്തെ ഒരു വാദമുണ്ട്. പക്ഷെ എന്ത് പുതിയ ഇൻവെൻഷനിൽ ആകുമ്പോൾ ഒരു പുതിയ സ്കിൽ സെറ്റിലുള്ള ആൾക്കാർ അതിങ്ങനെ ഇപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പം കുറേ കൈപ്പണിക്കാരില്ലാണ്ട് അങ്ങനെ അതൊരു അതിൻ്റെ ഭാഗമാണ് തോന്നുന്നു. ഇറ്റ്സ് കണ്ടിന്യൂസ് സൈക്കിൾ. ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ തോന്നിയത്,
ഇപ്പം ഡിയർ ഫ്രണ്ട് സിനിമ വന്ന സമയത്ത് വിനീത് കുമാർ ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സംഗതിയെ പറ്റിയിട്ട്. അപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ഭയങ്കര സീരിയസ് സ്റ്റോറിയാണ്, പക്ഷെ അത് തിയേറ്ററിൽ വർക്കാവുന്നതിനെ സംബന്ധിക്കുന്ന ഒരു സാധനം പറയുന്നു. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഫെസ്റ്റിവൽസിൽ വിൻ ചെയ്യുന്ന അപ്പം മാട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫെമിനിച്ച് ഫാത്തിമ അത്തരം സിനിമകൾക്കൊക്കെ ഓഡിയൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പം ഓഡിയൻസ് സീരിയസ് മൂവീസ് അങ്ങനത്തെ സംഭവം കാണാനും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ടെന്നാണോ, അല്ലെങ്കിൽ അതൊരു ഞാൻ ഈ മഞ്ഞുമൽ ബോയ്സ് രണ്ടും ക്രാക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഫെസ്റ്റിവൽസിലും നല്ല അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് ഇവിടെ, അപ്പൊ അത് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകം എന്നുള്ള രീതിക്ക് ചോദിക്കുക, അങ്ങനെ ഉണ്ടോ? അങ്ങനെ, കാരണം ഓഡിയൻസ് എന്നുള്ളത് ഒരു മോണോലിത്ത് അല്ല. അപ്പോൾ ഓഡിയൻസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ലൈക്ക് സിനി ഫയൽസ്, അതൊരു ചെറിയ ശതമാനം വരുന്നുള്ളൂ. അവർക്കാണ് ഇത് നല്ല സിനിമ. ബാക്കി ഒരു സാധാരണക്കാരൻ അയാളുടെ ഫാമിലിയെ കൊണ്ട് ഒരു മാസത്തെ ഒരു ഔട്ടിങ്ങിൽ ദേ വാണ്ട് ടു ഹാവ് എ ഗുഡ് ഫിലിം. ലൈക്ക് അത് നമുക്ക് ഒരിക്കലും അത് പക്ഷേ നല്ല സിനിമയോ ചീത്ത സിനിമയോ എന്നുള്ളത് വേറൊരു സബ്ജക്റ്റീവാണ്. ഐ തിങ്ക് ഇറ്റ്സ് എൻ ഔട്ടിങ്, ഇറ്റ് ഷുഡ് ബി സെലിബ്രേറ്റഡ്. അതൊരു അങ്ങനെ അതുകൊണ്ടാണ് ഈ നല്ല സിനിമകൾ തിയേറ്ററിൽ വർക്കാവില്ല എന്ന് പറയുമ്പം നല്ല സിനിമകൾക്ക് കുറച്ച് കട്ടിയുള്ള പ്രമേയം ഉണ്ടാവും, ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതാണ് നല്ല സിനിമകൾ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അത് എല്ലാവർക്കും ഒരു ഇത്രയും ഒരു മാസം കൊണ്ട് കുടുംബമായിട്ട് പോയിട്ട് ചിലപ്പോൾ അത് കാണാൻ അവർക്ക് പറ്റിയെന്നല്ല. അപ്പോൾ അവർ ലുക്ക് ഫോർ ബാക്കി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് കാണുന്ന സിനിമയാണ് നല്ല എല്ലാവരും ഒരു ചിരിക്കാൻ. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറൻറ്റ്. അപ്പോൾ ഓഡിയൻസ് പറഞ്ഞ ഒരു മോണോലിത്തല്ല, അതിൽ പല പല ടൈപ്പ് ഡെമോഗ്രഫി ഉണ്ട്. അപ്പോൾ ഏറ്റവും മാസീവ് ചങ്ക് എന്ന് പറയുന്നത് ഫാമിലിയാണ്, ഫാമിലി ഓഡിയൻസ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വയലൻസ് പാടില്ല, എറോട്ടിസിസം പാടില്ല, അങ്ങനെ അതിനൊക്കെ എല്ലാവരും ഒരു കൃത്യമായ അളവുകളും പരിപാടിയും. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ പടങ്ങൾ ഒരു ശ്രേണിയിലാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തിങ്ങെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഗണപതി ആണല്ലോ ഈ പടത്തിലെ കാസ്റ്റിങ്ങിലും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഗണപതി ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വെച്ചതാണ്, പിന്നെ ഡയറക്ടറും ചേട്ടനും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഫർസാനയുടെ കാസ്റ്റിംഗ് പോലെ ആദിശേഷൻ്റെ കാസ്റ്റിംഗ് പോലെ ഭയങ്കര 2 ഫ്രെയിമിൽ ഭയങ്കര രസം തോന്നിയത് ഒന്ന് ഗിരീഷ് ഷേഡിനെ പെട്ടെന്ന് ഫ്രെയിമിൽ കണ്ടപ്പോഴാണ് ഒരു മിനിറ്റിൽ ഈ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് പിന്നെയാണ് പെട്ടെന്ന് മനസ്സിലായത്. പിന്നെ ബീന ആന്റണി വന്നതും ട്രെയിലറിൽ കറക്റ്റ് പറയുന്ന ആ ഒരു ഡയലോഗും ആ 2 പേരുടെ കാസ്റ്റിംഗ് ലൈക്ക് അതെങ്ങനെയാണ് ഭയങ്കര ഐ മീൻ ടോട്ടലി ഒരു ഫ്രഷ് ഉണ്ട് പടത്തില്. ഇവർ 2 പേരും കൂടി വന്നപ്പോൾ അത് ഭയങ്കര ആഡഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഗിരീഷ് ഷെഡി ഗണപതിയുടെ കോൺട്രിബ്യൂഷൻ തോന്നുന്നു. ഗിരീഷ് വർക്ക് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് കാണിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര പെക്യുലർ ആയിട്ട് തോന്നി. ഒരു വേറെ രീതിയിലാണ് ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം. അപ്പോൾ അങ്ങനെയാണ് ഗിരീഷിലേക്ക് എത്തിയത്. പിന്നെ ബീന ആൻ്റണി എനിക്ക് പണ്ടേ അറിയുന്ന ആർട്ടിസ്റ്റാണ്, ഭയങ്കര നല്ല ആർട്ടിസ്റ്റ്, വെരി സീനിയർ. ആൻഡ് ഐ തിങ്ക് ഞാൻ കുറേ കാലം അപ്പോൾ എനിക്ക് ഒരാളെ വേണമായിരുന്നു, നല്ല ആർട്ടിസ്റ്റും ആയിരിക്കണം ആ പുള്ളോഫിയൻ ആ ക്യാരക്ടർ. എന്നാൽ കുറച്ചൊരു ഡോമിനേറ്റിംഗ് ആയിരിക്കണം. അമ്മയെ കാണും ഒറ്റ സീനിലാണ്. അതാണ് ആ ഒറ്റ സീനിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ക്യാരി ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും പരിപാടിയൊക്കെ വേണം. പിന്നെ ഐ തിങ്ക് ബിഗ് സ്ക്രീനിൽ അങ്ങനെ കുറച്ച് ഗ്യാപ്പിൽ അങ്ങനെ കണ്ടു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി ഫ്രഷ്. അപ്പോൾ അങ്ങനെയാണ് ബിനാനിലേക്ക് എത്തുന്നത്. അപ്പം ഈ ബാലനിലുള്ള സമയത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടത് ഈ ഒരു പുതുമ അല്ലെങ്കിൽ ഫ്രഷ് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവമാണ്. അത് ഭയങ്കര നിർബന്ധമായിരുന്നോ ബാലൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സ്? ബാലൻ ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ആവുന്നതാണ്. കാരണം ബാലൻ അത് പ്രിമൈസ് ഫ്രഷാണ്. അമ്മയും മകൻ്റെയും ഞാൻ പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ അമ്മയും മകൻ്റെ സിനിമ അല്ലത്, കുറച്ച് കാലങ്ങളായിട്ട് വന്നേ. പിന്നെ എല്ലാം പുതിയ മുഖങ്ങൾ, അങ്ങനെ പുതിയ രീതിയിൽ നമ്മളത് പുതിയ കളേഴ്സിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ആവുന്നതാണ്. നമ്മൾ ഇത് ഫ്രഷ് ആക്കി കളയാൻ പറഞ്ഞാൽ ചിലതൊക്കെ ആയി വരുമ്പോൾ ഫ്രഷ് ആവുന്നതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നുള്ളൊരു സിനിമയെ പറ്റിയിട്ട് കുറച്ച് കേട്ടത് മോഹൻലാലായിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ട്? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മോഹൻലാലായിട്ട് ഒരു സിനിമ ചെയ്യാൻ. സോറി, ഇന്റർവ്യൂ ആണെങ്കിൽ കാര്യമായിട്ടില്ല, അതിന് സോളിഡ് ആയിട്ടുള്ള ഡിസ്കഷനോ അങ്ങനെയൊന്നും ഇല്ല. അത് ആൾക്കാരിങ്ങനെ പറയുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നടക്കട്ടെ. ഇൻ കേസ് നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും റോണറോ സംഭവങ്ങളോ മനസ്സിലുണ്ടോ? ഇല്ല, ഒന്നും അറിയവിടെ ആയിട്ടില്ല. എനിക്ക് ലാലേട്ടൻ അതാണ് ഇപ്പം ലാലേട്ടൻ വെച്ച് കഴിയുമ്പോൾ ലൈക്ക് ഇഫ് യു ഗോയിങ് ടു വർക്ക് വിത്ത് എ സ്റ്റാർ മേക്ക് ദ ബിഗ്ഗസ്റ്റ് ഫിലിം ഔട്ട് ഓഫ് ഹിം. ലൈക്ക് അതാണ് ഒരു ക്രൈറ്റീരിയ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു എ സ്മോൾ ഫിലിം. ലാലേട്ടൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ആവട്ടെ, അത് അങ്ങനെ ആവട്ടെ. മറ്റേതെങ്കിലും പ്രോജക്റ്റുകളൊക്കെ ഇപ്പം വർക്കിങ്ങിലുണ്ടോ? അപ്പോൾ ബാലിന് ശേഷം നമ്മൾ ചിദംബരത്തിനെ പല പ്രോജക്റ്റുകളും പൈപ്പ് ലൈനിലുണ്ട്. അടുത്ത ഏതാണെന്ന് തീരുമാനമായിട്ടില്ല. ഇപ്പം ഫർസാന ഇപ്പം മലയാളത്തിലേക്ക് ഇനി പ്രോജക്റ്റ് ഇനി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കോൾസ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ പുതിയ പ്രോജക്റ്റിലേക്കൊക്കെ? വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാലൻ്റെ അതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, ബാലൻ്റെ ബബിളിനുള്ളിലാണ്. എങ്ങനെ ഈ കഥാപാത്രത്തിൽ ഇത്തരം ക്യാരക്ടർ കൂടെ ആകുമ്പം ഇറങ്ങി പോരാനൊക്കെ പ്രയാസം അതൊക്കെ ഉണ്ടായിരുന്നോ?
ഇല്ല, അത് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോകുന്ന സംഭവം. ബട്ട് എൻ്റെ ഞാൻ പ്ലേസ് ചെയ്തതിലും എല്ലാം മ്യൂസിക് വീഡിയോ ആയാലും ഷോർട്ട് ഫിലിം ആയാലും എല്ലാത്തിലും ഏറ്റവും ഫേവററ്റ് ക്യാരക്ടർ അമ്മയാണ്. പിന്നെ മലയാള സിനിമയിൽ ഇപ്പം നമ്മൾ ഒരുപാട് നവാഗത ആളുകളെയൊക്കെ കാണുന്നതാണ്. അപ്പം ഓരോ വർഷം കഴിയും തോറും അവർ പറയുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ്. ഫസ്റ്റ് കുറേ വർഷം മുമ്പ് ഒരു പുതിയ ആൾ വരുന്ന പോലെയല്ല ഇപ്പം ഇൻഡസ്ട്രി ഒരു പുതിയ ആൾ സ്വീകരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി വന്നിട്ട്, കൊള്ളാവോ? അല്ല, മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? I think she's yet to see it. Release കഴിഞ്ഞാലേ പോകുന്നുള്ളൂ. ഇനി ഒരു ജേണി തുടങ്ങാൻ But പോകുന്നു. I think people loved her. ഞാൻ യൂട്യൂബിനിടയിലെ കമന്റ്സ് എല്ലാം like it is talking like and it's a good sign. ഈ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ട്രെയിലർ പുറത്തുവിടുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം ആളുകളുടെ റെസ്പോൺസ് വരിക. അപ്പം ചിദംബരം കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലാണോ? ട്രെയിലർ നല്ല ട്രെയിലറാണെന്ന് അറിയായിരുന്നു, അത് നമുക്ക് കൃത്യമായി നല്ല ബോധ്യമാണ്. അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ അത് ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം അറിയായിരുന്നു. ഫർസാനയെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എല്ലാം like we knew it will come. I've been telling her like ഷൂട്ട് കഴിയുമ്പോൾ തന്നെ like I've been telling her. ഇങ്ങനെ എത്രയും വേഗം തന്നെ ഞാൻ ഓൾറെഡി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. വലിയ നടിയായ എനിക്ക് വാങ്ങിച്ചിരേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഫർസാനക്ക് എങ്ങനെ ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞു, ഞാൻ ഒരുപാട് ഇപ്പം തിയേറ്ററും ബാക്കി ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടാണ് ഇപ്പം ആഗ്രഹിക്കുന്നത് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് തന്നെയാണോ? അതെ, ഫോർ നൗ ആബ്സല്യൂട്ട്ലി. അതെ, എനിക്ക് സിനിമ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അത്രയ്ക്ക് ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കോളേജിൽ ഡ്രാമ തുടങ്ങിയപ്പോഴാണ് ഐ വാസ് ലൈക്ക്, ഓ ഇതും കൂടെ ചെയ്ത് നോക്കാം, ഇറ്റ് മസ്റ്റ് ബി ഫൺ, ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ദുബായ് ഒക്കെ വിട്ട് ബോംബെ പോയി അവിടെ കുറച്ച് വർഷം നിന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമായി. ആദ്യത്തെ സിനിമ കാരണം ഐ തിങ്ക് ബട്ട് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ ഹിറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ പക്ഷെ എനിക്ക് ഐ വെരി എക്സൈറ്റഡ്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല ടീംസിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, നല്ല സ്റ്റോറീസ് ചെയ്യാം. എക്സൈറ്റഡ്. ഇപ്പം മലയാളത്തിൽ ഇപ്പം അവിടെയാണ് പുറത്താണ് വളർന്നെങ്കിലും മലയാള സിനിമയായിട്ട് കണ്ടും അങ്ങനെയൊക്കെ അതെ 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 അത് വീട്ടിലൊരു റൂളായിരുന്നു. വൈൽ വി വർ ഗ്രോയിങ് അപ്പ് മലയാളത്തിൽ സംസാരിക്കണം, മലയാള സിനിമ കാണും. അപ്പം ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെയായിരുന്നു പണി. സിനിമ ഞങ്ങൾക്ക് 4 മണിക്ക് മാത്രം പാർക്കിൽ പോകാൻ പറ്റുള്ളൂ, കാരണം ഭയങ്കര ചൂടായിരുന്നു ദുബായിൽ. അപ്പോൾ 1 മണി മുതൽ 4 മണി വരെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഇല്ല, അവർ ഓഫീസിൽ പോയിരിക്കും. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, ഇതന്നെയായിരുന്നു പണി, TV ഓൺ ചെയ്ത സിനിമ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ദൃശ്യത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മോഹൻലാലിനോട് ചോദിച്ച സമയത്ത് ഈ ജോർജ് കുട്ടി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അതിൻ്റെ BTS വീഡിയോസൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഫണ്ണാണ് ദൃശ്യം സെറ്റ്. അപ്പം അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ചോദിച്ച സമയത്ത് പറഞ്ഞു, ജോർജ് കുട്ടിക്കാണല്ലോ ടെൻഷൻ, ഞാനിതിനെ ടെൻഷൻ അടിക്കുന്നത്, ഞാനിങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ അത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇപ്പം നിങ്ങൾ 1-2 BTS വീഡിയോസ് ബാലൻ്റെ പുറത്തു വിട്ടിരുന്നല്ലോ. അപ്പോൾ ട്രെയിലർ കഴിഞ്ഞ സമയത്ത് ആ BTS വീഡിയോസ് പിന്നെയും കാണുന്ന സമയത്ത് പരിപാടിയൊക്കെ നല്ല ഫണ്ണായിട്ടാണല്ലോ. പരിപാടി നമ്മൾ ഭയങ്കര പ്രശാന്ത സുന്ദരമായ വയനാട് എന്ന സ്ഥലം, വെറുതെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഷൂട്ടാണ്. ആൾക്കാരും കുറവായിരുന്നു. പിന്നെ എല്ലാം ഭയങ്കര നല്ല നാട്ടുകാരാണ് വയനാട്ടിൽ. അവർ ഭയങ്കര അല്ലേ, നല്ല ഭയങ്കര സിമ്പിൾ ഷൂട്ടായിരുന്നു. നമ്മളൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ചിലതിലൊക്കെ ആരും കാണില്ല. അതിങ്ങനെ ഭയങ്കര ആൾക്കാർ കുറവും, അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെ ഇരിക്കും. നമ്മൾ ലാസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് നമ്മളെ പുൽമൈതാനത്ത് പോയി കിടക്കും. അങ്ങനെ എനിക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും പറയായിരുന്നു, ശിവ സാറിന്റെ സെറ്റ് നല്ല കൂൾ കാം ഫൺ സെറ്റാണല്ലേ, ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സിമ്പിൾ. ഈ അടുത്തേക്ക് വന്ന് ആഷിഖ് കപൂർ അങ്ങോട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആ സെറ്റ് എങ്ങനെയാണ് ആ ഡയറക്ടർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ചിദംബരം ഒരുപാട് ഡയറക്ടർ, ഇപ്പോൾ രാജീവ് രവിയും ബി അജിത് കുമാർ അവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് അവരൊക്കെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ഒരു ആസ് എ ഡയറക്ടർ നിങ്ങൾ സെറ്റിൽ ഉള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ ബേസിക് റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാജീവേട്ടനെ വാട്ട് യു ലേൺ ഈസ് ഹൗ ടു ക്യാരി യുവർ സെൽഫ് അറൗണ്ട്. ലൈക്ക് വർക്ക് ഫ്ലോ ആണ് നമ്മൾ പഠിക്കുക, മോർ ദാൻ ദ ടെക്നിക്കാലിറ്റി. ലൈക്ക് ഈ ലെൻസ് ഇതല്ലാണ്ട് നമ്മൾ എങ്ങനെ വർക്ക്, ഹൗ ടു ക്യാരി യുവർ സെൽഫ്, ഹൗ ടു ആൻഡ് ഇറ്റ് ഇസ് എ ചെയിൻ ഓഫ് കമാൻഡ്. കുറേ ആൾക്കാരുണ്ട്, ഇത്രയും വലിയ ക്രൂ ഉണ്ട്, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ എന്താ പറയുക,
അപ്പോൾ അതൊക്കെ മാനേജ്മെൻറ്റ് ഒരു വലിയ ഭാഗമാണ് ഷൂട്ടിംഗ് സമയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും സെറ്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ജോയിനൊക്കെ മറ്റേ ക്ലാരിറ്റി വേണം. അതാണ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കെയോസ് കുറയും, കെയോസ് കുറയുകയാണെങ്കിൽ ബഹളം കുറയും. അപ്പോൾ പിന്നെ എല്ലാം അതിലേക്ക് നടക്കും. പിന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം 3 സിനിമകളിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട്, അല്ല 2 സിനിമകളിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സിന് തന്നു. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റേ അമ്മയും കുട്ടിയൊക്കെ കയറിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ചിദംബരത്തിന് ഇപ്പം നമുക്ക് അതിനകത്തുള്ള പല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ജോയ്മോനെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം മഞ്ഞുമല്ല ആളുകളിനെ ആണെങ്കിലും ആ ദോ റിയൽ പീപ്പിൾ അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആ സിനിമയിൽ കണ്ടിട്ടുള്ള മനുഷ്യർ പിന്നെയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചിദംബരത്തിന് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന, പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ സ്വന്തം എഴുതിയതിലുണ്ടോ ക്യാരക്ടേഴ്സ്? എനിക്ക് കൂടുതൽ എല്ലാ സിനിമകളിലും ഈ സിനിമയിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് പടം കഴിഞ്ഞിട്ട് പറയും. ഇതിൽ 2 പേരുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവർ 2 അമ്മയും മോനും അല്ല, അല്ലാണ്ട് കുറച്ച് പേരുണ്ട്. അല്ലാണ്ട് 2 പേരുണ്ട് ഇതിൽ. അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ജാനമന്നിലും ഇതിലും ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും നമ്മളിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുന്നത് ഇവരെന്താ ചെയ്യുന്നുണ്ടാവാന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജാനമല്ല് മറ്റവൻ പാലക്കാട് നിന്ന് വരുന്ന കൊണ്ടില്ല സജിയേട്ട, അവൻ എന്തായിരിക്കും ചെയ്യാതെ ഇടക്കാല്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര, അത് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. സജിയേട്ടനും ഈ കണ്ണനും സേഫാണ്, ഇവിടെ സേഫ് അല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ബാലൻ നമ്മളെല്ലാവരും ഭയങ്കര തിയേറ്ററിൽ തന്നെ പോയി കാണാനും കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹമുള്ള ഒരു സിനിമയാണ്. അപ്പം സിനിമയ്ക്ക് ശേഷവും നിങ്ങളെ കൊണ്ട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. ഇപ്പം നമുക്ക് അറിഞ്ഞതാണ് കുറച്ച് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം റിപ്പോർട്ടർ. താങ്ക് യു.